ഞങ്ങൾ ശരി ഇല്ല അതെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ഇത് രണ്ടെണ്ണത്തിന് ഞാൻ ചോദിക്കാൻ പോവാണ്. ഞാനും പങ്കെടുക്കുന്നുണ്ട്. നീ എന്തിനു പങ്കെടുക്കുന്നത്? ഇത് ഇവർക്ക് സ്കൂട്ടറിന് വേണ്ടിയിട്ടാണ്. അത് എനിക്ക് സ്കൂട്ടർ ഒട്ടി കുളിക്കൂ? നിനക്ക് എന്തിന്? എത്ര വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒരു 4 വീലർ ആയിരുന്നു ആഗ്രഹം. അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഇരിക്കട്ടെ. അല്ല ഇവ രണ്ടുപേരും എനിക്കൊരു എതിരാളി അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛാ ക്വസ്റ്റ്യൻ ചെയ്യും. എന്തായാലും നിങ്ങളെ 3 പേരുടെയും ജനറൽ നോളജ് ഇപ്പൊ മനസ്സിലാക്കാനില്ല ക്യാപ്പ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കള്ളത്തരം കാണിക്കരുത്. എന്നെ ചൂണ്ടിയത് അല്ല ഞാൻ ചൂണ്ടിയെന്നുള്ളൂ, പിന്നെ നിന്റെ സ്വഭാവം എനിക്ക് അറിയാലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഉത്തരം പറയാൻ. പിന്നെ അവസാനം ഞാൻ കുഞ്ഞൊന്നും പറയല്ലോ. റെഡി മണി? അസാധ്യം എന്നത് എന്റെ നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞതാര്? ഒന്നുകൂടി പിന്നെ ഒരു കാര്യം, 15 സെക്കൻഡ് സമയം ഞാൻ തരുള്ളൂ. 1 മിനിറ്റ്. അസാധ്യം എന്നത് എന്റെ നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞതാര്? സ്റ്റാർട്ട്. ഓച്ചേ നിന്റെ ചാൻസ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഉത്തരേ പറയാനുള്ളൂ കേട്ടോ. മക്കളെ നിനക്കറിയുമോ? പറ. പെട്ടെന്ന് പറ. ടീച്ചർ ഇടയ്ക്ക് പറയാറുണ്ട്. നിന്റെ ചാൻസ് കഴിഞ്ഞു. മണിക്കുട്ടി പറ. തുമ്പത്തുണ്ട്. പെട്ടെന്ന് പറ, സമയം വരുന്നില്ല. റേഷൻ കടയിലെ കുമാരൻ പറയണേ അങ്ങോട്ട്. കിട്ടണില്ല. ചുമ്മാ ഷോ കാണിക്കണ്ട. 2 സെക്കൻഡ് അറിയുമോ? അവൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ സെക്കൻഡ് കഴിഞ്ഞു. ഞാൻ പറയാം. നെപ്പോളിയൻ. അത് തന്നെ. ശരി, അപ്പൊ മാർക്ക് ആർക്കും ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛാ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് അച്ഛാ, കുറച്ചും കൂടെ സിമ്പിൾ ആക്കണം. ഞാൻ +2 പഠിക്കണേ ഉള്ളൂ. പറ്റൂല എനിക്ക്. ശരി, കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. വേൾഡ് ഹിസ്റ്ററി ഒന്നും വേണ്ട. ശരി, എന്നാ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമേത്? അതൊന്നും അല്ല, അയലയാണ്. ഞാൻ പറയാം, കരിമീൻ. കൊടുകൈ. കണ്ടാ എന്റെ മോള് പറഞ്ഞത്. റിങ്കി മോൾക്ക് 1 മാർക്ക്. ഇനി അടുത്ത ഒന്നുകൂടി നിങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സമകാലിക പ്രശ്നമാണല്ലോ കൊറോണ. അറിയാലോ, ആ മാരക വൈറസ് ഉത്ഭവിച്ചത് ഏത് സ്ഥലത്ത്? എനിക്കറിയാം, പത്തനംതിട്ടയിലെ. ചൈന. പത്തനംതിട്ടയിൽ ഇവിടെ വന്നു അല്ലേ? കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. വുഹാൻ. അത് ചൈന തന്നെയല്ലേ? ഞാൻ ചോദിച്ച സ്ഥലമാണ്, നീ രാജ്യമാണ് പറഞ്ഞത്. മണിക്കുട്ടി ഇപ്പൊ ഓരോ മാർക്കിൽ നിൽക്കുകയാണ്. അടുത്തതൊരു ക്വസ്റ്റ്യൻ. പ്രശസ്ത സിനിമാ താരം ബ്രൂസ്ലി എത്ര സിനിമയിൽ അഭിനയിച്ചു? ഇത് അച്ഛൻ റിങ്കിക്ക് പറയാൻ വേണ്ടി മാത്രം എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ചോദിച്ചൊന്നുള്ളൂ. ഇവരുടെ കാര്യം ഞാൻ ഓർത്തില്ല. വേണ്ട, നമുക്ക് വേണ്ടണ്ട, നമ്മളില്ല ഈ കളിക്ക്. പറയട്ടാ? വേണ്ട. എന്തോന്നടി, നിനക്കറിയാമോ? അതെ, ഇത് ജനറൽ നോളജിലുള്ളതാണ്. അച്ഛൻ 28. മോള് പറഞ്ഞത് ശരി തന്നെയാണ്. 2 മാർക്ക് മോൾക്ക്, 1 മാർക്ക് മണിക്കും. ചിലപ്പോ 29 ആണെങ്കിലോ? എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. റിങ്കി മക്കളെ, നീയേ ആ റാംകുമാർ സാറിന്റെ അനന്തരവനില്ലേ, സുധിയേട്ടൻ, ആ പയ്യന് വേണ്ടി ഓഡിഷൻ ടെസ്റ്റിന് വേണ്ടി നീ വീഡിയോ അയച്ചിരുന്നു. ഞാനും ഇവിടെ കൂടെ ഒരുമിച്ചല്ലേ അയച്ചത്. മക്കളെ, നിനക്ക് ആ സിനിമയിൽ സെലക്ഷൻ ആയെന്ന് മെസ്സേജ്. റിങ്കിക്ക്. ഇതിനെയാണ് അസൂയ എന്ന് പറയണത്. പിന്നെ ദൈവം എനിക്ക് കുറച്ച് കൂടുതൽ സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ തന്നത് കൊണ്ട് ഞാൻ സെലക്ട് ആയി. അതിനിങ്ങനെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇനി ഈ റിങ്കി ആരാ മോള്?
ഇനി ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ ഇങ്ങനെ കേറി വരും. ഒരു ലൊക്കേഷനിലേക്ക് അടുത്ത ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷനിലേക്ക് അതിന്റെ അടുത്ത ലൊക്കേഷൻ, ഇങ്ങനെ അങ്ങ് പോവും. പറക്കില്ല. അതെന്താ പറക്കണ എന്തിനാ? എനിക്ക് കാലില്ലേ നടന്നു പോയ? ഇല്ലടി. പിന്നെ നീയൊക്കെ എന്നെ കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് നിൽക്കേണ്ടി വരും. എന്ത്? അല്ലേ, എനിക്ക് നടിയൊന്നും ആഗ്രഹമില്ല, എനിക്കൊരു ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാൻ അത്ര എഫേർട്ട് എടുത്തില്ലായിരുന്നു വീഡിയോ എടുക്കാൻ. എടി ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. എന്തിന്? അല്ല, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ കേറാൻ വേണ്ടിട്ട് ആദ്യം നീ വർക്ക് പടി, എന്നിട്ടല്ലേ. അമ്മ, ഇവിടെ ചിലവരെ ജനിക്കാൻ പോകുന്നതിന് മുമ്പേ കുഞ്ഞിന് ജാതകം എഴുതി തുടങ്ങി കേട്ടോ. നീ ജനിച്ചിട്ടും ജാതകം എഴുതിയില്ല. ഞാൻ ഈ കളിക്കില്ല, ഞാൻ പോകും. എനിക്ക് ഈ തള്ളു കേൾക്കാൻ സ്കൂട്ടർ വേണ്ടേ? എനിക്ക് സ്കൂട്ടറും ഞാനും പോണ്, ബോറടിക്കുന്നു. നിനക്കല്ലേ വണ്ടി വേണമെന്ന് പറഞ്ഞത്? ഞാൻ വേറെ പിന്നെ വല്ല വഴി നോക്കിക്കോളാം, വല്ല ചിട്ടിയും പിടിച്ച് ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ അറിയാതെ. ഞാൻ അറിയാതെ? ഓ അല്ല, നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലല്ലോ. അച്ഛാ, ഭൂരിപക്ഷം ഞാനാണേ പറഞ്ഞത്. അപ്പം സ്കൂട്ടർ എനിക്ക്. അങ്ങനെ ഒരു മാർക്ക് ലീഡേ ഉള്ളൂ. നമുക്ക് ആലോചിക്കാം, ചുമ്മാ ആലോചിക്കാം. എന്താന്ന് മക്കളെ, മണിയും അടുത്ത ആൻസർ പറഞ്ഞിട്ടില്ല അവര്. അടുത്ത ഇനിയും 2 ക്വസ്റ്റ്യൻ ഞാൻ തയ്യാറാക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പൊ അവര് പോയെന്നേ ഉള്ളൂ. എനിക്കെന്താ അവസരം കിട്ടാത്ത? ഞാൻ അവളെക്കാട് നന്നായിട്ട് ചെയ്താണല്ലോ. ഇനിയിപ്പോ ഞാൻ അയച്ചെടുത്ത വീഡിയോ അങ്ങനെ സെൻഡ് ആയില്ലേ? അയ്യോ, സെൻഡൊക്കെ ആയാലും അവളുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇടി സിനിമ നടിയാവാന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഭാഗ്യമുള്ളവർക്ക് അതൊക്കെ കിട്ടത്തുള്ളൂ. അതെ. ഇനി അവളുടെ കാര്യമേ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഫുഡൊക്കെ ഒന്ന് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ നോക്കണം. കൂടുതൽ കൂടുതൽ കൊടുക്കും. പാലും ബദാമും ഒക്കെ അല്ലേ ആ കൂടെ കഴിക്കുന്നത്. ഇനി കുറെ നല്ല ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം, വാൾനട്ട്സ് കൊടുക്കണം, സ്കിന്നൊക്കെ നന്നാവണ്ടേ, കൂടുതൽ വെള്ളം കുടിപ്പിക്കണം, കരിക്കൊക്കെ. വെള്ളം കുടിക്കേണ്ടി വരുമല്ലേ? എന്ത് എന്റെ പൊന്നമ്മ, ഞാൻ കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് അവളുടെ ജീവനാണോ വലുത് അതാ സിനിമയാണോ? അതെന്താ പറഞ്ഞ? അമ്മ ഈ കോവിഡ് സമയത്ത് ഈ സിനിമക്കാരെല്ലാം കൂടെ അഭിനയിക്കാൻ ആരെയും ഒന്നും കിട്ടാതെ ഇവ അഭിനയിക്കാൻ ആളുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവക്ക് അവസരം കിട്ടണത്, മനസ്സിലായോ? അല്ല, ഇവളൊക്കെ ആര് സിനിമ എടുക്കാൻ? നല്ല അസൂയുണ്ടല്ലേ? എനിക്ക് അസൂയൊന്നുമില്ല, ഞാൻ എന്തിനാ അസൂയപ്പെടും? അവൾക്ക് നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെ കിട്ടിയതാണ്. നീ പറഞ്ഞ പോലെ ചുമ്മാ കിട്ടുന്നൊന്നല്ല. എന്തായാലും അവൾ അഭിനയിക്കട്ടു. പിന്നെ കഴിവ്. അമ്മ അവൾക്ക് അവസരം വേണമെങ്കിൽ ഞാൻ എന്റെ സിനിമയിൽ കൊടുക്കൂലായിരുന്നോ? എന്തോ അവസരം? ഇത് ഒരുമാതിരത്തെ ഒരു ഓടാനൂലി എന്തോ റോളാണ്. എന്റെ സിനിമയിൽ ഞാൻ നല്ല വേഷം കൊടുത്തന്നെ. പിന്നെ അയ്യോ വേണ്ടായേ, മൂക്കി പല്ല് മുളച്ച് കഴിഞ്ഞതിന് ശേഷം അല്ല അഭിനയിക്കേണ്ട. അങ്ങനെ അഭിനയിച്ച സ്റ്റാർ വാല്യൂ ഒന്നും കിട്ടൂല. അയ്യോ, ആദ്യമേ നിന്റെ ഈ പൊണ്ണത്തടി കുറയ്ക്കും. എന്നിട്ട് എന്നെ കണ്ടില്ലേ, എന്റെ ഈ ബോഡിയും എന്റെ ഈ ഫിഗറൊക്കെ കണ്ടിട്ടാണ് അവർ സെലക്ട് ചെയ്തത്. അല്ലാതെ നിന്റെ ഈ ഓന ബോഡിയിലൊന്നും അവർ സെലക്ട് ചെയ്യാനൊന്നും പോണ്ട. പിന്നെ വലിയ ഇത് കടുത്ത അസൂയാണ്, ഒരു രക്ഷയില്ലാത്ത അസൂയാണ്. മക്കളെ, സിനിമയുടെ ഷൂട്ടിങ്ങിനാവുമ്പോഴേ ഒരുപാട് സ്ഥലമൊക്കെ കാണാൻ പറ്റുമല്ലേ? ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം. എന്തോന്ന് പറഞ്ഞ? സ്ഥലം കാണിക്കാനാണല്ലോ പിന്നെ അവളെ കൊണ്ടുപോകുന്നത്. അമ്മ ഒരു കാര്യം ചെയ്യും, എന്റെ പേഴ്സണൽ മാനേജർ ആയിക്കും. അതിന്റെ കൂടെ കുറെ കൂടെ ഉള്ളു. മക്കളെ ഏറ്റ് അമ്മ തന്നെ മക്കളെ മാനേജർ കം മേക്കപ്പ് അസിസ്റ്റന്റ്. എന്ത് നോക്കണേ? നീ വേണമെങ്കിൽ എന്റെ അസിസ്റ്റന്റ് വന്നോ? അതെ. മക്കളെ ഞാനും വരുന്നു. നീ എവിടെ പോയാലും നിന്റെ പുറകെ ഞാനുണ്ട്. മക്കളെ നടാ. എന്താച്ചാ മക്കളെ എല്ലാം ഇപ്പം മോളുടെ ഭാഗത്താണ്. കാണിച്ചു കൊടുക്കാം. ഇരുന്നു വരുത് മറടി. ഞാൻ മണി നിൽക്കട്ടെ. പിന്നെ മോളെ, അച്ഛനെ അറിയാൻ മോള് മിടിക്കുകയാണെന്ന്, എങ്കിലും അച്ഛൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. വലിയ നടന്മാരുടെ കൂടെ ഒക്കെ മോൾ അഭിനയിക്കാനുള്ളല്ലേ. പിന്നെ അഭിനയിച്ച് കലക്കണം. അത് പിന്നെ പറയാനുണ്ട് അച്ഛാ, അഭിനയിച്ച് ഞാൻ കിടിലോക്കും. കുളം കലക്ക് അവള് പോയിട്ടില്ലുള്ളൂ. അതാണ്. അല്ല എന്താ പറഞ്ഞ? അല്ല, കലക്കി പൊളിച്ചെടുക്കാൻ. അതെ ദിവ്യേട്ടനെ, നമ്മുടെ മോളെ പറ്റി അങ്ങോട്ട് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. നടന വിസ്മയല്ലേ ഇവള്? പിന്നല്ല. കാണിച്ചോടേ. എന്തോ കാണിച്ചോടേ? നീ അഭിനയിച്ച് കാണിച്ചോടെ അച്ഛന്? ഏതെങ്കിലും സിനിമയുടെ ഭാഗം. മറ്റേ മണിച്ചിത്രത അല്ല, ആ ഡയലോഗ് ഇല്ലേ,
ഏത് ഡയലോഗ് കൊറേ ഡയലോഗ് ഉണ്ടല്ലോ. ഇടി അല്ലേ മറ്റേ ഫേമസ് ഇന്നേക്ക് ദുർഗാഷ്ടമി മറ്റേ ശോഭനയുടെ ഗംഗയാണ്. ഗംഗാറ്റു നാഗവല്ലി. ആ ശ്രമിക്കാം. മോളെ നകുലൻ ഞാൻ അമ്മ. ആ. ഓക്കെ, അറിയോ ഡയലോഗ് അറിയോടി? നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നകുലേട്ടാ അല്ലിക്ക് അവിടെ എടുക്കാൻ ഞാൻ കൂടി പൊയ്ക്കോട്ടെ. പോണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ പോയാലോ? ഗംഗയോട് പോണ്ടെന്നല്ലേ പറഞ്ഞത്? വിടമാട്ടെ, നീ എന്നെ വിടമാട്ടെ. ഇங்கே இருந்து எங்கேயும் போ விடமாட்டே. அயோக நாயே, எவ்வளவு தைரியம் இருந்தா நீ இப்ப என் கண் முன்னாடி வந்து நிப்பே? இன்னைக்கு துர்காஷ்டமி, உன்னை ഞാൻ കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് ഓതാരടഞ്ഞ മാറിയിടുവേ. ഇത് ഏതൊരു അപശബ്ദം? ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ലേ? മോളെ സൂപ്പർ. ക്യാരക്ടർ കേറിപ്പോയി. എന്ത് ചെയ്യണം? കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. പിങ്കി അച്ഛനല്ല അച്ഛനല്ല. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.